ഹലോ ഗൈസ്, ഇത് എത്നിക് ഡേ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ രാവിലെ എണീച്ചത് ഈ സാരിയൊക്കെ എടുത്ത് കോളേജിൽ പോയി. ഫസ്റ്റ് തന്നെ കയറി വരുമ്പം അത്തപ്പൊക്കെ ഉണ്ട്. എത്നിക് ഡേ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓണപ്പരിപാടി എല്ലാം മിക്സ് ആയിട്ടാണ് കേട്ടോ നടക്കുന്നത്. ഫസ്റ്റ് തന്നെ ചെയർമാൻ വന്ന് പുള്ളിയുടെ ഒരു പ്രസംഗത്തിൽ നിന്നാണ് നമ്മുടെ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കോളേജിൽ സ്ലീവ്ലെസ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിനി ഞങ്ങളുടെ മാമിനെ കാണുമ്പോഴേ പതിച്ചാണ് നടക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് പ്രിൻസിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താലോ എന്നുള്ള പ്ലാനിങ് ഒക്കെ ചെയ്ത് വീണ്ടും പ്രോഗ്രാമൊക്കെ നടക്കുന്നിടത്തോട്ട് വന്നപ്പോഴാണ് ഒരുത്തൻ്റെ കണ്ണിൽ പൊടി വീഴും. അങ്ങനെ ഇതൊക്കെ നോക്കിയത് ഫ്രണ്ടിലോട്ട് ചെന്നപ്പോഴാണ് ഇവിടെ എന്തോ വലിയ അടിക്കുള്ളൊരു കോളൊക്കെ കാണുന്നത്. പക്ഷെ അത് അതിലേക്കൂടെ അങ്ങ് പോയി കേട്ടോ. വീണ്ടും നമ്മൾ ബാക്ക് ടു സ്റ്റേജ് വന്നപ്പോൾ തിരുവാതിരയും ഡാൻസും പാട്ടും ഒക്കെ നടക്കുമായിരുന്നു. നമ്മളും അതിൻ്റെ കൂടെ അങ്ങ് കൂടി. വടംവലി ഇല്ലാത്ത എന്ത് ഓണപ്പരിപാടിയല്ലേ. വടമൊക്കെ സെറ്റാക്കി ഇട്ടേക്കുന്നു. നമ്മുടെ പിള്ളേരെല്ലാം എന്താ ഇവിടെ ഒരു സൈഡായി കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ. ഈ ഹീൽസൊക്കെ ഇട്ട് നടക്കാൻ നല്ല പാടാണ്. പിന്നെ ലിൻഡയും ഹൈഫയും കുറച്ചേരം വ്ളോഗൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് നമ്മൾ. എന്നിട്ട് വടംവലിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് തിരിച്ച് നമ്മൾ ഇങ്ങോട്ടൊന്ന് നോക്കുമ്പോൾ വടമൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ജയിച്ചതിൻ്റെ സന്തോഷമൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മാവേലിയുടെ വരവ്. നമ്മുടെ മാവേലിക്ക് കുടവേറൊന്നുമില്ല കേട്ടോ, നല്ല ജിമ്മൻ മാവേലിയാണ്. മാവേലിൻ്റെ സ്റ്റേജിൽ കൊണ്ട് ഒരു കലാശക്കോട്ടൊക്കെ നടത്തി നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ്. ഇത് നമ്മുടെ ലാസ്റ്റ് എത്നിക് ഡേ ആയിരുന്നു കേട്ടോ. നമ്മുടെ കോഴ്സ് കഴിയാറായി. പായസം കണ്ടിട്ട് പാലട പായസമാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അടയൊന്നും കിട്ടിയില്ല, പാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ച് തിരിച്ച് PG പോവാണ്. ക്ഷീണിച്ചു. രാവിലെ 6 മണിയായപ്പോൾ എണ്ണീച്ച് 5-6 പേർക്ക് സാരി ഉടുപ്പിച്ചതാണ്. അങ്ങനെ ഡയറക്റ്റ് PGയിലെത്തി. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.